ഹായ് ഹലോ അസ്സാം വലൈക്കും. ഞാൻ ഷബാന. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഞാനിവിടെ സുഖമായി സന്തോഷമായിട്ടിരിക്കുന്നു. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് മീഷോന്ന് കുറച്ച് പാർട്ടി വെയർ ഡ്രസ്സുകൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് മീഷോ വിട്ട് നമുക്കൊരു വേറെ കളിയില്ല. കാരണം എനിക്ക് മീഷോ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ മീഷോ തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. സെർച്ച് ചെയ്യാനും എല്ലാത്തിനും എളുപ്പം മീഷോ ആണ്. എനിക്ക് പെട്ടെന്ന് ഞാൻ ഇനി ഫ്ലിപ്പിലായാലും മിന്ത്രയിലായാലും അങ്ങനെ പെട്ടെന്ന് എനിക്കിഷ്ടമായത് ഞാൻ കണ്ണിൽ കാണലില്ല. അപ്പോൾ അതുകൊണ്ടാണ്. പിന്നെ കുറച്ചും കൂടി റേറ്റ് പൊതുവെ എല്ലാത്തിനും അപേക്ഷിച്ചും കുറവ് എനിക്ക് തോന്നുന്നത് മീഷോ എന്നാണെന്നാണ്. അപ്പോൾ അതാണ് മീഷോ തന്നെ വാങ്ങുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മീഷോ ഒന്ന് പർച്ചേസ് ചെയ്യാൻ. ഞാൻ അതിൽ സെർച്ച് ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര ഭയങ്കര ഈസി ആയിട്ട് തോന്നലുണ്ട് മറ്റേ ആപ്പിനെ അപേക്ഷിച്ചിട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് മീഷോ തന്നെ എല്ലാം ഇങ്ങനെ ഇങ്ങനെ തീർച്ചയായിട്ടും മീഷോ തന്നെ പർച്ചേസ് ചെയ്യുന്നത്. പാർട്ടി വെയർ ഡ്രസ്സുകൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഇത് പല പല റേറ്റിനുണ്ട്. ചിലത് ഭയങ്കര റേറ്റ് കുറവായിട്ടുള്ളതുണ്ട്, ചിലത് കുറച്ച് റേറ്റ് കൂടുതലായിട്ടുണ്ട്. അങ്ങനെ പല റേറ്റിൻ്റെ ഡ്രസ്സുകളുണ്ട്. ഞാൻ കാണിച്ചത് ഞാൻ ഇന്നിട്ട ഡ്രസ്സ് ഒരു മാക്സി ഡ്രസ്സാണ്. ഒരു ചീറ്റ പ്രിൻ്റുള്ള ഒരു മാക്സി ഡ്രസ്സാണ്. ഇത് ഞാൻ വാങ്ങിയിട്ടുള്ളത് മീഷോന്നാണ്. ഇത് എനിക്ക് കിട്ടിയത് 300 സംതിങ് എങ്ങാണ്ടാണ് കിട്ടിയത്. എനിക്ക് 2 കൊല്ലത്തോളമായി എൻ്റെ കയ്യിലെടുപ്പുണ്ട്. ഒരു കേടുമില്ല കേട്ടോ. എനിക്ക് തപ്പിയിട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇതിൻ്റെ കോഡ് ഇവിടെ താഴെ കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഡ്രസ്സുകൾ കാണിച്ചു തരാം. ഇത് ഡ്രസ്സ് വന്നിട്ട് അത്യാവശ്യം ഇൻസ്റ്റാഗ്രാമിലൊക്കെ വൈറലായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരുന്ന ഒരു ചുരിദാർ സെറ്റാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുള്ള ഒന്ന് തന്നെയാണിത്. ഇതൊരു പിങ്ക് ആൻഡ് മൾട്ടി കളറിൽ വരുന്ന ബേസിക് പിങ്കാണ്. ഒരുപാട് കളേഴ്സിൽ വരുന്ന നല്ല ഭംഗിയുള്ളൊരു പാകിസ്ഥാൻ വെയർ ആണ്. നല്ല ഭംഗി എന്ന് പറഞ്ഞാൽ നല്ല ഭംഗിയുണ്ട്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഒരു ക്ലോത്താണ്. ഇതിന് സ്ലീവ് വന്നിട്ട് ഫുൾ സ്ലീവ് ആണ്. സ്ലീവിൻ്റെ എല്ലാം ഇങ്ങനെ കുറച്ചൊരു ബീഡ്സ് വർക്കും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ബോഡി ഫുള്ളായിട്ട് ഫ്രണ്ട് പോർഷൻ ഫുള്ളായിട്ട് ഇങ്ങനെ ഇതാക്കണ്ടില്ലേ, അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള മിറർ വർക്കാണ് വന്നിട്ടുള്ളത്. കുറച്ച് നല്ലൊരു വെഡ്ഡിങ്ങിനൊക്കെ അത്യാവശ്യം നന്നായിട്ട് വെയർ ചെയ്യാൻ പറ്റിയ ഒരു ഡ്രസ്സാണ്. നമുക്ക് ഇതൊരു ഹൽദി ഗുലാബി അങ്ങനത്തെ ഫംഗ്ഷൻ അടിപൊളിയായിട്ട് വെയർ ചെയ്യാൻ പറ്റും. നല്ല ഭംഗിയിട്ട് ഇത് കാണാൻ. ഇതാണത് കേട്ടോ. ഇതിൻ്റെ ഷൈനിങ് മനസ്സിലാവുന്നുണ്ടെന്ന് എനിക്കറിയില്ല. ക്യാമറയിൽ എത്രത്തോളം ഭംഗി ഉണ്ടാവും എന്ന് എനിക്കറിയില്ല. നേരിട്ട് കാണാൻ നല്ല ഭംഗിയുണ്ട്. പിന്നെ ഇതിൻ്റെ സ്ലീവിൻ്റെ എൻഡിലുള്ള ഈ ഒരു വർക്ക് ടോപ്പിൻ്റെ എൻഡിലും കൊടുത്തിട്ടുണ്ട് കേട്ടോ അവർ. അതുകൊണ്ട് തന്നെ നല്ല ഭംഗിയുണ്ട് കാണാൻ. പിന്നെ ഞാനിത് ഓർഡർ ചെയ്ത സൈസ് ലാർജ് ആണെങ്കിലും എനിക്ക് ഭയങ്കര ലൂസാണ്. ഇതിൻ്റെ സ്ലീവൊക്കെ എനിക്ക് ഭയങ്കര ലൂസാണ്. കാരണം ഫുള്ളായിട്ടുണ്ട് സ്ലീവൊക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു ഇത് വാങ്ങുന്നവർ സൈസ് കുറച്ചിട്ട് വാങ്ങുകയാവും കൂടുതൽ ബെറ്റർ. അങ്ങനെ ഒന്ന് ശ്രദ്ധിച്ചെടുത്താൽ മതി. വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. പിന്നെ ഇതിന് റേറ്റ് വന്നിട്ട് 1302 രൂപയാണ് ആയിട്ടുള്ളത്. ഇത് അടിപൊളിയാണ്. പക്ഷെ നല്ല വർക്കിലല്ല ഇത് വരുന്നത്. നെഗറ്റീവ് പറയാനുള്ളത് ഇതിൻ്റെ ഷോളും ബോട്ടമുമാണ്. ഷോളും ബോട്ടമും അത്രയ്ക്കൊരു വൃത്തി എനിക്ക് കിട്ടിയിട്ടില്ല. ഇത് ഇങ്ങനെയൊരു നോർമൽ ബോട്ടമാണ് വരുന്നത്. ബോട്ടമിൻ്റെ എൻഡിലുള്ള ഈ വർക്ക് ഒന്നും എനിക്ക് അത്ര വലിയൊരു ഇഷ്ടമായിട്ടില്ല. ടോപ്പ് എനിക്ക് അടിപൊളിയാണ്. പിന്നെ ടോപ്പ് അങ്ങനെ അത്രയും സൂപ്പർ ആയതുകൊണ്ട് എനിക്ക് വലിയ പ്രശ്നമായിട്ട് തോന്നിയില്ല. അതാണ് സത്യം. പിന്നെ ഒരു ക്രേപ്പ് മെറ്റീരിയൽ വരുന്ന ബോട്ടമാണ്. പിന്നെ ഷോളും വലിയൊരു ക്വാളിറ്റി ഇല്ല കേട്ടോ. എന്നാലും കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് നമുക്ക്. ഇങ്ങനെ ഷോളിൻ്റെ 4 സൈഡിലും ഇങ്ങനെ ഒരു സംഭവമാണ് വരുന്നത്. ഈ ഒരു പാറ്റേൺ തന്നെയാണ് നമ്മൾ പാൻസിൻ്റെ താഴ്ഭാഗത്തും കൊടുത്തിട്ടുള്ളത്. പാൻസ് പലാസോ ആണ് കേട്ടോ. ഒരു മിനി പലാസോ ആണ്. അത്യാവശ്യം കംഫർട്ടബിൾ ആയിട്ട് ഇടാനൊക്കെ പറ്റുന്നുണ്ട്. ക്ലോത്ത് ബേസ് ആണ്. എനിക്ക് ആ ടോപ്പ് നോക്കുമ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും ക്ലോത്ത് അത്രയ്ക്ക് സൂപ്പറല്ല, കുഴപ്പമില്ല, അങ്ങനെ പറയാൻ പറ്റുള്ളൂ. പിന്നെ ഇതൊരു മിനി പലാസോ ആണ്. എലാസ്റ്റിക് ആണ് വന്നിട്ടുള്ളത്. അത്യാവശ്യം കുഴപ്പമില്ല പലാസോ ആണ്. വലിയ സംഭവമായിട്ടൊന്നും പറയാനൊന്നുമില്ല കേട്ടോ. ഇങ്ങനെ രണ്ടാമത്തെ ഡ്രസ്സും നല്ലൊരു പിസ്ത ഗ്രീനിൽ വരുന്ന പാകിസ്ഥാൻ വെയർ തന്നെയാണ്. ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട്. പക്ഷെ ഇത് ഇട്ട് നോക്കിയിട്ടില്ല കേട്ടോ. മറ്റേത് ഞാൻ കണ്ടപ്പോഴേ ഇട്ട് നോക്കി. കാരണം അത് ഞാൻ അത്രയും ആഗ്രഹിച്ച് വ്യക്തിച്ചൊരു സംഭവം ആയതുകൊണ്ട് ഞാനത് കിട്ടിയ പാടാൻ ഇട്ട് നോക്കി. പക്ഷെ ഇത് ഞാൻ ഇട്ട് നോക്കിയിട്ടില്ല. അത് ഇട്ട് നോക്കിയിട്ടുള്ള വീഡിയോ ഞാൻ ഇവിടെ കൊടുക്കാം. പക്ഷെ ഇത് കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലാണ് വരുന്നത്. സൂപ്പർ ക്വാളിറ്റിയാണെന്ന് പറഞ്ഞാൽ സൂപ്പർ ക്വാളിറ്റിയാണ്. ഇത് ധൈര്യമായിട്ട് പോയി വാങ്ങി നോക്കാം. പിന്നെ ഇതിന് ക്ലോത്ത് വന്നിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള ജോർജറ്റ് മെറ്റീരിയലാണ്. പിന്നെ ഇതിന് സ്ലീവിൽ അങ്ങനെ ത്രെഡ് വർക്ക് വരുന്നുണ്ട്. നല്ല ഭംഗിയുള്ള വൈറ്റിൽ ത്രെഡ് വർക്ക് വരുന്നുണ്ട്. ഗ്രീനും ഈ കളർ കോമ്പിനേഷനും നല്ല ഭംഗിയുണ്ട് കാണാൻ. നെക്ക് വന്നിട്ട് വി നെക്കാണ്. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ടോപ്പിൻ്റെ എൻഡ് പോർഷനിൽ ഇങ്ങനെയാണ് ഇങ്ങനെ വർക്ക് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ സൈഡ് ഭാഗത്തും പിന്നെ താഴ്ഭാഗത്തുമായിട്ട് ഇങ്ങനെ കുറച്ച് വർക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല ഭംഗിയുണ്ട് അതുകൊണ്ട് തന്നെ കാണാൻ.
പിന്നെ ഇത് ഞാൻ ഓർഡർ ചെയ്ത സൈസ് വന്നിട്ട് ലാർജ് ആണ് കേട്ടോ. ഇതെനിക്ക് ആയത് 981 രൂപയാണ് എനിക്കിതിനായിട്ടുള്ളത്. അപ്പോൾ ആ റേറ്റിൽ ഇത് അടിപൊളിയാണ്. ഇതിന് പല റേറ്റിലുള്ളതും ഉണ്ട്. അതിൽ കുറച്ച് കുറഞ്ഞ് നോക്കിയിട്ടാണ് ഞാൻ വാങ്ങിയത്. 1300, 1200 അങ്ങനെ പല റേറ്റിനുണ്ട്. അപ്പോൾ ഞാൻ 981 വാങ്ങി നോക്കി. എന്തായാലും നോക്കാതെ ചെയ്തിട്ട് വാങ്ങിയതാണ്. പക്ഷെ നല്ല ഭംഗിയുണ്ട്, നല്ല നല്ല കളറാണ് കേട്ടോ. നല്ലൊരു പിസ്ത ഗ്രീൻ കളറാണ്. അപ്പോൾ ഈ കളർ തന്നെ നമുക്ക് ഭയങ്കര ഇഷ്ടമാവും. പിന്നെ ഈ വർക്കും അത്യാവശ്യം നല്ല ഫിനിഷിങ്ങോടെ തന്നെയാണ് ഈ വർക്ക് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഈ ഗ്രീൻ ആൻഡ് വൈറ്റ് വരുമ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാൻ. പിന്നെ ഇതിൻ്റെ ഷോളും പാൻറ്റും പ്രശ്നങ്ങളൊന്നുമില്ല, അടിപൊളിയാണ്, അത് സൂപ്പറാണ്. പാൻസ് വന്നിട്ട് പാൻസ് വന്നിട്ടൊരു മിനി പലാസോ തന്നെയാണ്. ഇതിൻ്റെ പാൻസിൻ്റെ അന്നിൽ ഇങ്ങനെ ഈ ഒരു ഷോളിൻ്റെ ക്ലോത്താണ് വന്നിട്ടുള്ളത്. പിന്നെ ഇങ്ങനെ ഒരു സ്കാലപ്പ് പോലെയാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. പാൻസ് ഒരു എലാസ്റ്റിക് ആണ്. പാൻസ് ഒരു കോട്ടൺ മിക്സ്ഡ് കോട്ടൺ ആയിട്ടുള്ളൊരു മെറ്റീരിയലാണ് പാൻസ് വന്നിട്ടുള്ളത്. പിന്നെ ഷോള് അടിപൊളിയാണ് കേട്ടോ. ഷോള് നല്ല ഭംഗിയുണ്ട് കാണാൻ. ഷോള് 4 സൈഡും സ്കാലപ്പ്, ഇങ്ങനെ വൈറ്റ് സ്കാലപ്പ് വന്നിട്ട് നല്ല ഭംഗി, അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ഷോൾ തന്നെയാണ്. നല്ല നീളവും വീതിയും എല്ലാം ഉണ്ട്. പക്ഷെ ചെറുതായിട്ട് നിഴലടിച്ച് കാണുന്ന പ്രശ്നമുണ്ട് കേട്ടോ. അല്ലാതെ വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. നല്ല ഭംഗിയുള്ള ഒരു ചുരിദാറാണ്. നമുക്ക് എന്തായാലും വാങ്ങി നോക്കാം. നമുക്കൊരു ഫംഗ്ഷനൊക്കെ നല്ല അടിപൊളിയായിട്ട് സ്റ്റൈൽ ചെയ്യാൻ പറ്റും കേട്ടോ. ലൈനിങ് വന്നിട്ടുണ്ട്. ക്രേപ്പ് മെറ്റീരിയലാണ് ടോപ്പിന് ലൈനിങ് വന്നിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിഴലടിക്കുന്ന പ്രശ്നമൊന്നുമില്ല. പക്ഷെ സ്ലീവ് ലൈനിങ് ഇല്ല. അപ്പോൾ അതുകൊണ്ട് അത്യാവശ്യം നന്നായിട്ട് നിഴലടിക്കുന്നുണ്ട്. ഇങ്ങനെ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം നന്നായിട്ട് നിഴലടിക്കുന്നത്. സ്ലീവിൻ്റെ അടിയിൽ ഇന്നർ ഇടേണ്ടി വരും. സ്ലീവിന് ലൈനിങ് ഇല്ല കേട്ടോ. ഇതാണ് നമ്മുടെ മൂന്നാമത്തെ ഡ്രസ്സ് വന്നിട്ട് ഒരു വൈറ്റിൽ നല്ല ഭംഗിയുള്ള പ്രിന്റിൽ വരുന്ന ഒരു കോട്ടൺ ഡ്രസ്സാണ്. നല്ലൊരു അനാർക്കലി സെറ്റാണ് കേട്ടോ. ഇതിന് പാൻസ് ഇല്ല, ഷോള് മാത്രമേ ഉള്ളൂ. നല്ല ഭംഗിയുണ്ടത് കാണാൻ. ഇത് കോട്ടണിലാണ് വരുന്നത്. അപ്പോൾ അത് ഇടാൻ ഭയങ്കര സുഖമുണ്ട് കേട്ടോ നമുക്ക്. പിന്നെ അതുപോലെ തന്നെ സ്ലീവ് ജോർജറ്റാണ്. അങ്ങനെ അത്യാവശ്യം നിഴലടിച്ച് കാണുന്ന സ്ലീവാണ്. നമുക്ക് ഇന്നർ യൂസ് ചെയ്യേണ്ടി വരും. പിന്നെ സ്ലീവിൻ്റെ എൻഡിലും ഇങ്ങനെ ഒരു വർക്ക് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു വർക്ക് തന്നെയാണ് ഇതിൻ്റെ ടോപ്പിൻ്റെ താഴ്ഭാഗത്തും കൊടുത്തിട്ടുള്ളത് കേട്ടോ. നല്ല ഫ്ലെയർ ആയിട്ട് കിടക്കുന്ന ഒരു നല്ല ഭംഗിയുള്ള ഡ്രസ്സാണ്. നിങ്ങൾക്ക് എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കാം. നല്ല ഭംഗിയുണ്ട് കാണാൻ. വൈറ്റ് ആയതുകൊണ്ട് തന്നെ നല്ലൊരു ക്ലാസി ലുക്ക് നമുക്ക് തരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ നെക്ക് പോർഷൻ ആണെങ്കിലും അതും നല്ല ഭംഗിയുണ്ട്. അതിവിടെ ഈ സ്ലീവിൽ വരുന്ന ഈ ക്ലോത്ത് തന്നെയാണ് നെക്കിൻ്റെ ഈ ഭാഗത്ത് വന്നിട്ടുള്ളത് കേട്ടോ. നല്ല ഭംഗിയുള്ള ഡ്രസ്സാണ്. ഇതിൻ്റെ ഷോളും അതുപോലെ തന്നെ അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ഷോൾ തന്നെയാണ്. ഷോളിൻ്റെ ക്ലോത്ത് ഏത് എനിക്ക് പറയാനറിയില്ല. ഒരു ഗ്ലൈസിങ് ഉള്ള ടൈപ്പ് ഒരു ക്ലോത്താണ്. നല്ല നീളവും വീതിയും ഒക്കെ ഉണ്ട്. നമുക്ക് തലയിലിട്ടാൽ അങ്ങനെ ഒതുക്കത്തിൽ കിടക്കുന്ന ഷോൾ തന്നെയാണ്. നല്ല ഭംഗിയുണ്ട് കാണാൻ. ഷോളിന് 4 എൻഡിലും ഇതുപോലത്തെ കുറച്ച് ടസൽസ് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 869 രൂപയാണ് ഇതിനായിട്ടുള്ളത്. പിന്നെ അത് ഓർഡർ ചെയ്ത സൈസ് വന്നിട്ട് ലാർജ് ആണ് കേട്ടോ. എനിക്ക് അത്യാവശ്യം ലൂസിൽ കിടക്കുന്നുണ്ട്. ലാർജ് ആയത് കാരണം തന്നെ കുഴപ്പമൊന്നുമില്ല, ലൂസായി കിടക്കുന്നുണ്ട് കേട്ടോ എനിക്ക്. നമ്മുടെ നാലാമത്തെ ഡ്രസ്സ് വന്നിട്ട് ഒരു ബ്രൗൺ കളറിൻ്റെ ഒരു വേർഷനിൽ പെട്ട ഒരു കളറാണ്. ഒരു നല്ലൊരു ബ്രൗൺ അല്ല, എന്നാലും ഒരു ബ്രൗൺ കളറിൻ്റെ ഫാമിലിയിൽ പെട്ടതാണ്. ഇത് നല്ല ഭംഗിയുണ്ട്. ജോർജറ്റ് മെറ്റീരിയലിൽ ഒരു അനാർക്കലിയാണ് വന്നിട്ടുള്ളത്. ഇതിനും പാൻറ് ഇല്ല, ഷോളും ടോപ്പ് മാത്രമേ ഉള്ളൂ. ഇതിങ്ങനെ വീനക്കായിട്ട് ഇങ്ങനൊരു ലേസ് വർക്ക് കൊടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് കാണാൻ. അതുപോലെ തന്നെ ആ ഫോട്ടോയിൽ കണ്ടപ്പോൾ സൈസ് അഡ്ജസ്റ്റ് ചെയ്യാനാണ് ഇങ്ങനെ ഒരു ടൈ കൊടുത്തത്. പക്ഷെ ഇവിടെ ഈ ടോപ്പിൽ അങ്ങനെ സൈസ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇതിന് അറ്റാച്ച് ചെയ്തിട്ടുള്ളതാണ്. എലാസ്റ്റിക്കോ കാര്യങ്ങളൊന്നുമില്ല. അവർ ഷോക്ക് കൊടുത്ത് മാത്രമാണ്. അതുകൊണ്ട് വലിയ പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. നമുക്ക് സൈസ് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമൊന്നുമില്ല കേട്ടോ. അതുകൊണ്ട് പിന്നെ അത് ഓർഡർ ചെയ്ത സൈസ് ലാർജ് ആണ്. പിന്നെ ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 605 രൂപയാണ്. 605 രൂപയ്ക്ക് എന്തുകൊണ്ട് ബെസ്റ്റാണ്. ജോർജറ്റ് മെറ്റീരിയലാണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ജോർജറ്റാണ്. ഫുൾ ലെങ്ത് ആയിട്ട് എനിക്കിതുണ്ട്. പിന്നെ ഇതിൻ്റെ ടോപ്പിൻ്റെ താഴ്ഭാഗത്തും നമ്മൾ ഈ നെക്കിൽ കണ്ട ലേസ് വർക്ക് അവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിന് ലൈനിങ് ഉണ്ട് കേട്ടോ. ലൈനിങ്ങും അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ലൈനിങ് തന്നെയാണ്. ഫുൾ ലെങ്ത് ആയിട്ട് തന്നെയാണ് ലൈനിങ് ഉള്ളത്. പിന്നെ പറയാനുള്ളതിൻ്റെ ഷോളാണ്. ഷോള് വലിയൊരു വീതിയും വലുപ്പവും ഒന്നുമില്ല, എന്നാലും ഒരു ആവറേജ്, കുഴപ്പമില്ല അങ്ങനെ പറയാൻ പറ്റും. 605 രൂപയല്ലേ, അപ്പം അതിന് ഇതൊക്കെ ധാരാളമാണ്. ഷോളിൻ്റെ 2 സൈഡിലും ഈ ഒരു വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇങ്ങനൊരു നമ്മൾ നെക്കിലും ടോപ്പിൻ്റെ എൻഡിലും കണ്ടില്ലേ ഒരു ലേസ് വർക്ക്, ആ സെയിം ലേസ് വർക്ക് തന്നെയാണ് ഇതിൻ്റെ ഷോളിൻ്റെ എൻഡിലും കൊടുത്തിട്ടുള്ളത്. നല്ല ഭംഗിയുണ്ട് കാണാൻ. പക്ഷെ ആ ഫോട്ടോയിൽ കണ്ട കറക്റ്റ് അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു. അത്രയ്ക്ക് പെർഫെക്ഷൻ ഒന്നും ഇല്ല കേട്ടോ ഫോട്ടോയിൽ കണ്ടത്. പക്ഷെ അല്ലാത്ത പക്ഷം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വലിയ കുഴപ്പമില്ല. ഫോട്ടോയിൽ കണ്ടത് വെച്ച് ഇത് അത്ര വലിയ ഓക്കെ അല്ല. പക്ഷെ എന്നാലും
കാണാൻ നല്ല ഭംഗിയുണ്ട്. ആ റേറ്റിന് ഇത് ഓക്കെയാണ്, അടിപൊളിയാണ്, പോയി വാങ്ങി നോക്കാം. ഒരു ചെറിയൊരു ഫംഗ്ഷനൊക്കെ നമുക്ക് അത്യാവശ്യം നന്നായിട്ട് തന്നെ വെയർ ചെയ്യാൻ പറ്റും വരുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ 4ാമത്തെ. ഇനി നമ്മുടെ 5ാമത്തെ ഡ്രസ്സ് വന്നിട്ട് ഇതിനൊരു പാർട്ടി വെയറിൻ്റെ കളക്ഷൻസ് ആയിട്ട് വാങ്ങിയതല്ല, എനിക്ക് കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടമായി. ഇപ്പം നമുക്കിതൊരു പാർട്ടി വെയർ എന്ന് പറയാൻ പറ്റില്ല, പിന്നെ അതുപോലെ തന്നെ നമുക്കൊരു ഡെയിലി വെയർ ആയിട്ടോ കാഷ്വൽ വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ഡ്രസ്സാണിത്. ഡ്രസ്സല്ല, സോറി, ചുരിദാറാണ്. ഒരു ചുരിദാർ സെറ്റാണ്. അത് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടോ. ഇതിന് എനിക്ക് 630 രൂപ എങ്ങാണ്ടാണ് ഇതിനായിട്ടുള്ളത്. ആ ഒരു റേറ്റിന് ഇത് എനിക്ക് അടിപൊളിയായിട്ട് തോന്നി. നല്ല നല്ല കോട്ടണാണ്, നമുക്ക് നല്ല ഈ ചൂടത്തിടാൻ പറ്റിയ കോട്ടണാണ് കേട്ടോ. ഇതാണ് ആ ഡ്രസ്സ്. നെക്ക് വന്നിട്ട് അത്യാവശ്യം നല്ല വൈൽഡായിട്ടുള്ള വീനെക്കാണ്. ഞാനിവിടെ എന്തെങ്കിലും ഒരു ബ്ലാക്ക് പീസ് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. സൈഡ് ഓപ്പൺ ഇല്ലാത്ത ഒരു ടോപ്പാണ്. എന്നാൽ അനാർക്കലി പോലെയൊക്കെ അത്യാവശ്യം നല്ല ഫ്ലെയർ ആയിട്ടൊന്നുമില്ല, ഒരു നോർമൽ ഫ്ലെയറിൽ വരുന്ന ഒരു ടോപ്പാണ് കേട്ടോ ഇത്. ഇതിങ്ങനെ ഒരു നമ്മുടെ പണ്ടത്തെ ഒരു ചുങ്കിടി ടൈപ്പ് പ്രിന്റ് അല്ലേ, അതാണ് എനിക്കിത് കണ്ടപ്പോൾ തോന്നിയത്. ഇതിന് എന്താണ് ഇതിൻ്റെ പ്രത്യേകിച്ച് പേരെന്തിനുണ്ടോയെന്ന് എനിക്കറിയില്ല കേട്ടോ. സ്ലീവിൽ അങ്ങനെ വർക്കോ കാര്യങ്ങളോ അങ്ങനെ പറയത്തക്ക വർക്കൊന്നുമില്ല. ചെറിയൊരു ലേസ് വർക്കും ഒരു ബ്ലാക്ക് കട്ടിങ്ങും കൊടുത്തിട്ടുണ്ട്, അത്രയേ ഉള്ളൂ. നെക്ക് പോർഷനാണ് ഇതിന് പിന്നെയും കുറച്ചുകൂടി എടുത്ത് പറയാനുള്ളത്. പിന്നെ ഞാനിത് ഓർഡർ ചെയ്തത് ലാർജാണ് കേട്ടോ സൈസ് വരുന്നത്. പിന്നെ ഇതിനൊരു ബ്ലാക്ക് പാൻറ് ഉണ്ട്, ഒരു മിനി പലാസോ ആയിട്ട് വരുന്ന ഒരു ബ്ലാക്ക് പാൻറ്റും ഉണ്ട് കേട്ടോ ഇതിൻ്റെ കൂടെ. ബ്ലാക്ക് പലാസോ പാൻറ്റാണ്. വലിയൊരു അത് കാര്യമായിട്ടൊന്നും പറയാനൊന്നുമില്ല, പക്ഷെ എനിക്കിത് ഭയങ്കര ഇഷ്ടമായിട്ടുള്ള വീഡിയോ ഞാൻ ഈ സൈഡിൽ കൊടുക്കാം കേട്ടോ. പിന്നെ ഇതിൻ്റെ റേറ്റ് ഞാൻ പറഞ്ഞല്ലോ 630 രൂപയാണ്. വേണ്ടവർക്ക് പോയി വാങ്ങി നോക്കാം. നമുക്കൊരു ഓഫീസ് വെയർ ആയിട്ടോ ഡെയിലി വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ഡ്രസ്സാണ്. ചൂടത്തിടാൻ നല്ല സുഖമാണ്. അത് കാണാൻ അത്ര വലിയ പൊലിപ്പൊന്നും ഇല്ലെങ്കിലും ചൂടത്തിടാൻ നല്ല അടിപൊളിയായിട്ട് നമുക്ക് വെയർ ചെയ്യാം. നല്ല സുഖമുണ്ട് ഇട്ടിട്ടോ. അപ്പം അത്രയേ ഉള്ളൂ. ഇനി അടുത്തത് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ വാങ്ങിയ 4-5 എനിക്ക് ഏറ്റവും ഇഷ്ടമായത് ഒന്നാട്ടോ. ഭയങ്കര ഇഷ്ടമായെന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമായി, അടിപൊളിയാണ്. ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. ഒരു ക്രീമിൽ പാൻറ്റും ടോപ്പും ക്രീം കളറിൽ വരുന്ന ഒരു ചുരിദാർ സെറ്റാണ്. നല്ല ഭംഗിയിട്ട് നല്ല അടിപൊളിയായിട്ട് വെയർ ചെയ്യാൻ പറ്റിയ പാർട്ടി വെയറാണ്. നമുക്ക് ഇനി ഇതിന് ഫെസ്റ്റിവൽ ആയിക്കോട്ടെ, ഇനി ഫംഗ്ഷൻ ആയിക്കോട്ടെ, എല്ലാത്തിനും അടിപൊളിയായിട്ട് സെറ്റാവുന്ന ഒന്നാണിത്. നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇത് ക്രീമിലാണ് വരുന്നത്. സിൽക്കാണ് കേട്ടോ മെറ്റീരിയൽ. ഒരു കോട്ടൺ മിക്സ് സിൽക്ക് മെറ്റീരിയൽ വരുന്ന ഒന്നാണ്. നല്ല ഭംഗിയുണ്ട്, നല്ല ഫിനിഷിംഗ് ഉണ്ട് വർക്കും കാര്യത്തിലൊക്കെ. ഇതിൻ്റെ സ്ലീവിൽ ഇങ്ങനെ ഒരു ലേസ് വന്നിട്ടുണ്ട്. ഈ ലേസ് തന്നെയാണ് ഇതിൻ്റെ ടോപ്പിൻ്റെ എൻഡിലും വന്നിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നെക്കും എല്ലാം കാണാൻ നല്ല ഭംഗിയുണ്ട്. നല്ല ഭംഗിയുള്ള ഒരു വി നെക്കാണ് കൊടുത്തിട്ടുള്ളത്. ഒരു കോളർ നെക്ക് പോലെ ആണ്, പക്ഷെ ഒരു വി കട്ടായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. നല്ല ഭംഗിയുണ്ട് അതും കാണാൻ. ഞാനിത് ഓർഡർ ചെയ്ത് ലാർജാണ് സൈസ്. പിന്നെ ഇതിൽ ലൈനിങ് ഉണ്ട് കേട്ടോ. ലൈനിങ് എന്ന് പറഞ്ഞാൽ ഫുൾ ലെങ്ത് ലൈനിങ് ഇല്ല, നമുക്കൊരു ഹാഫ് ഷിമ്മിയുടെ ഒക്കെ പോലെ ഒരു പകുതി വരെ ഇതിന് ലൈനിങ് ഉള്ളൂ കേട്ടോ. പിന്നെ ഇതിൻ്റെ പാൻസ് ആണെങ്കിലും സെയിം ക്രീം കളറിൽ സെയിം ക്ലോത്ത് തന്നെയാണ്. ക്ലോത്തും വലിയ മോശമൊന്നുമില്ല, നല്ല ക്ലോത്ത് തന്നെയാണ്, അടിപൊളി ക്ലോത്ത് തന്നെയാണ്. പാൻറ് മിനി പലാസോ ആണ്. ഇങ്ങനെ ബാക്കിൽ എലാസ്റ്റിക് കൊടുത്തിട്ട് ഇവിടെ ഇങ്ങനെ സംഭവം ഫ്രണ്ട് എലാസ്റ്റിക് ഇല്ലാതെ അങ്ങനെ കൊടുത്തിട്ടുള്ള പാൻറ്റ്സ് തന്നെയാണത്. നല്ല കംഫർട്ടബിൾ നമുക്ക് വെയർ ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ പാൻറ്റിൻ്റെ താഴ്ഭാഗത്ത് നമ്മൾ ഇതിൻ്റെ സ്ലീവിൽ കണ്ട പോലത്തെ ലേസ് വർക്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിന് ഏറ്റവും എടുത്ത് പറയാൻ പറ്റിയാണ് നല്ല ഭംഗിയുള്ള ഒരു റെഡ് ചുങ്കിടി പ്രിന്റിൽ വരുന്ന ഒരു ദുപ്പട്ടയാണിത്. നല്ല ഭംഗിയുണ്ട്. ഇതിൻ്റെ ഏറ്റവും ഹൈലൈറ്റ് ഇതിൻ്റെ ഷാൾ തന്നെയാണ് കേട്ടോ. നമുക്ക് വേണമെങ്കിൽ ഇതൊരു പ്ലെയിൻ ബ്ലാക്കിൻ്റെ കൂടെയൊക്കെ നന്നായിട്ട് വെയർ ചെയ്യാൻ പറ്റും. നല്ല ഭംഗിയായിട്ട് കാണാൻ. ഇതിൻ്റെ കളറും വർക്കും എല്ലാം അടിപൊളിയാണ്. ഷോളിലും 4 സൈഡിലും ഇതുപോലത്തെ ഇങ്ങനെ ത്രെഡ് വർക്ക് കൊടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട്. അതുപോലെ ഷോളിൻ്റെ ബോഡിയിലും കുഞ്ഞു കുഞ്ഞ് ഇങ്ങനെ ഫ്ലവേഴ്സ് പോകുന്നുണ്ട്. നല്ല നീളവും വീതിയും എല്ലാം ഉള്ള നല്ല നമുക്ക് തലയിലിട്ടാൽ നിൽക്കുന്ന ടൈപ്പ് ഷോൾ തന്നെയാണ്. അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇത് ഞാൻ വേറെ ചെയ്തിട്ടുള്ള ഫോട്ടോ ഞാൻ ഇവിടെ സെൻഡ് ചെയ്യാം കേട്ടോ. നല്ല ഭംഗിയുണ്ട്. നിങ്ങൾക്ക് ഇത് എന്തായാലും 1062 രൂപയ്ക്ക് ധൈര്യമായിട്ട് പോകാം. നമുക്കൊരു പാർട്ടി വെയർ ആയിട്ടോ ഇനിയിപ്പോൾ എന്തെങ്കിലും വിഷു ഓണം അങ്ങനത്തെ ഒരു ഫെസ്റ്റിവലിനൊക്കെ നന്നായിട്ട് പോകുന്ന ഒരു ചുരിദാർ സെറ്റാണ് ഇത്. നിങ്ങൾക്ക് വാങ്ങിച്ചാൽ ഒരിക്കലും നഷ്ടമാവില്ല. പിന്നെ പ്രത്യേകിച്ച് ഇതൊരു ഷാൾ കേട്ടോ. ഷാൾ നല്ല ഭംഗിയുണ്ട്. ഈ ഷാൾ എന്തായാലും നിങ്ങൾക്ക് മുതലാവും, കാരണം ഒരുപാട് സ്റ്റൈൽ നമുക്കിത് വെയർ ചെയ്യാൻ പറ്റും. നമുക്ക് അടുത്ത് കാണിച്ചു തരാം കേട്ടോ. അടുത്തതും നല്ല ഭംഗിയുള്ളൊരു ചുരിദാർ സെറ്റ് തന്നെയാണ്. ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഷാളിൽ മാത്രം എനിക്ക് ചെറിയൊരു ഇഷ്ടക്കേടേ ഉള്ളൂ. ഞാൻ കാണിച്ചു തരാം. ഇതിങ്ങനെ ഒരു ഫുൾ പ്രിന്റിൽ വന്നിട്ട് ഒരു ബ്ലൂ
അങ്ങനെയൊക്കെ ഒരു ബ്ലൂ ഷെയ്ഡിൽ വരുന്ന ഒരു ചുരിദാർ സെറ്റാണ്. നല്ല ഭംഗിയുണ്ട് ഇത് കാണാൻ. ഇതിനും വീനക്കാണ്. അതിൽ കണ്ട ആ ചുരിദാറിൽ കണ്ട ഏകദേശം സെയിം ഒരു നെക്കിലെ വർക്ക് തന്നെയാണ് ഇതിന് കൊടുത്തിട്ടുള്ളത്. സ്ലീവിലൊന്നും വർക്കില്ല കേട്ടോ, സ്ലീവിൽ ലൈനിങ്ങും ഇല്ല. അതൊരു സ്ലീവ് ഒരു ഓർഗൻസ ജോർജറ്റ് അങ്ങനത്തെ ആ ഒരു ടൈപ്പിൽ പെട്ട ഒരു ക്ലോത്താണ്. പക്ഷെ ഇതിൻ്റെ ബോഡിയിൽ ലൈനിങ് ഫുള്ളായിട്ട് തന്നെ ലൈനിങ് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ളൊരു ക്ലോത്താട്ടോ, നല്ലൊരു ഒതുക്കുള്ളൊരു ക്ലോത്താണിത്. ഇതിൻ്റെ ക്ലോത്തിന് ജോർജറ്റുള്ളൊരു സോഫ്റ്റ് ഓർഗൻസ് അതിൽ വിടുന്നൊരു ക്ലോത്താണ്. ഇത് ഞാൻ ഓർഡർ ചെയ്തത് ലാർജ് ആട്ടോ സൈസ്. പിന്നെ അതുപോലെ ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 967 രൂപയാണ് എനിക്ക് ആയിട്ടുള്ളത്. അതിൻ്റെ അടിപൊളിയാണ്. കാരണം ആ റേറ്റിനൊക്കെ ഒരു പാർട്ടി വെയർ കിട്ടുമെന്ന് പറഞ്ഞാൽ സൂപ്പറാണ്. അത് മീഷോന്ന് തന്നെ കിട്ടുന്നുണ്ടാവുള്ളൂ. പിന്നെ ഇങ്ങനെ ഒരു പ്രിന്റ് വരുന്നതാണ്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു ടോപ്പാണ്. പിന്നെ അതുപോലെ തന്നെ പാൻസ് വന്നിട്ടും പാൻസിൻ്റെ ക്ലോത്ത് ഒരു ക്രഷ് മെറ്റീരിയലൊക്കെ പെട്ടൊരു ക്ലോത്താണ്. ഇങ്ങനെ കണ്ടോ, ഒരു ചുരുക്കുള്ളൊരു ക്ലോത്താണ്. ഇതിനും ഒരു ബ്ലൂ ആണ് കേട്ടോ. ഇതിൻ്റെ ഷെയ്ഡ് എത്രത്തോളം മനസ്സിലാവേണ്ടതെന്ന് എനിക്കറിയില്ല. അതൊക്കെ ഒരു ബ്ലൂ ഷെയ്ഡിൽ വരുന്നതാണ്. പിന്നെ വെസ്റ്റ് വന്നിട്ട് എലാസ്റ്റിക് ആണ്. ഒരു മിനി പലാസോ ആണ്. അടിപൊളിയാണ്, പാൻറ്റും കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇതിൻ്റെ ഷോളാണ് എനിക്ക് പറയാനുള്ളത്. ഷോൾ ഓർഗൻസയാണ്. പക്ഷെ അതുകൊണ്ട് പൊതുവേ എനിക്ക് ഓർഗൻസ എന്നോട് ഇഷ്ടമല്ല. കാരണം ഓർഗൻസ നമ്മൾ തലയിലിട്ടാൽ ശരിക്കും നിൽക്കൂല. അതിങ്ങനെ ഒന്നില്ലെങ്കിൽ ഒരു ഒതുക്കല്ലാതെ ആവും, അല്ലെങ്കിൽ ഇതിങ്ങനെ പെട്ടെന്ന് ചാടിപ്പോയി ഇങ്ങനെ ചാടി കൊണ്ട് അതിൽ തന്നെ നമുക്ക് കളിക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഇങ്ങനെ ഈ ഓർഗൻസ ഷാളിനോട് വലിയ ഇഷ്ടമല്ല. അതുകൊണ്ടാവും. ഇത് ഇഷ്ടമുള്ളവർക്ക് ഇത് ഓക്കെ ആവും, കുഴപ്പമൊന്നുമില്ല. എനിക്കിത് ഇഷ്ടമില്ലാത്തതുകൊണ്ട് അതിനെ പറ്റി വല്ലാതെ പറയാത്തത്. അങ്ങനെ ഒരു ഓർഗൻസ മെറ്റീരിയലാണ് വന്നിട്ടുള്ളത്. 4 സൈഡും ഈ ഒരു വർക്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ ബോഡിയിലും ഇതുപോലെ തന്നെ ഒരു കുഞ്ഞ് വർക്ക് ഇങ്ങനെ ഫ്ലവേഴ്സ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഭംഗിയുണ്ട്, കുഴപ്പമൊന്നുമില്ല. പിൻ ചെയ്തിട്ടിട്ടൊരു ഹിജാബ് ഇട്ടാൽ ഭംഗി ഉണ്ടായിരിക്കും. പക്ഷെ എനിക്ക് ഇങ്ങനെ ചുരിദാർ സെറ്റിലൊക്കെ തലയിലിടുന്നതാണ് ഇഷ്ടം. അങ്ങനെ ഹിജാബ് ചെയ്യണത് എനിക്കിഷ്ടമല്ല. അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് ഇതിനോട് വലിയ താല്പര്യമില്ലാത്തത്. പക്ഷെ കാണാൻ നല്ല ഭംഗിയൊക്കെ ഉണ്ട്. നല്ല നല്ല ഭംഗിയുള്ള ഒരു സിമ്പിളായിട്ടുള്ള ഒരു പാർട്ടി വെയർ തന്നെയാണ് കേട്ടോ. നിങ്ങൾക്ക് വാങ്ങി നോക്കാം. ഷാളിൻ്റെത് പ്രശ്നമില്ലാത്തവർക്ക് എന്തായാലും വാങ്ങി നോക്കാം കേട്ടോ. ഇത്രയും ഉള്ള ഇന്നത്തെ വീഡിയോ. ഈ ഡ്രസ്സുകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് പ്രതീക്ഷിക്കുന്നു. ഇൻഷാ അല്ലാഹ് പെട്ടെന്ന് തന്നെ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും അസ്സലാമു അലൈക്കും, ടാറ്റാ.